ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 3 മെട്രിസസ്. ഇപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ ആദ്യത്തെ 3 ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കാണുക. അതിനുശേഷം ഈ ഭാഗം പഠിക്കാൻ തുടങ്ങുക. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. Two matrices A equal to Aij and B equal to Bij are said to be equal if they are of the same order. Each element of A is equal to the corresponding element of B, that is Aij equal to Bij for all I and J. അതായത് രണ്ട് മെട്രിസസ് എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിസസ് ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ആദ്യത്തെ കണ്ടീഷൻ അത് രണ്ടും സെയിം ഓർഡർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിസസിലെ കറസ്പോണ്ടിങ് എലമെന്റ് ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് എലമെന്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അതായത് Aij ഈക്വൽ ടു Bij ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് മെട്രിസസും ഈക്വൽ ആണ് എന്ന് പറയാം. ഇപ്പോൾ ഇക്വാളിറ്റി ഓഫ് മെട്രിസസിന്റെ കണ്ടീഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ രണ്ട് മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിസസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ സിംബോളിക്കലി എ ഈക്വൽ ടു ബി എന്ന് എഴുതാറുണ്ട്. നമുക്കതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ഈ രണ്ട് മെട്രിസസും ഈക്വൽ ആണ്, കാരണം ഇത് രണ്ടിന്റെ ഓർഡർ സെയിം ആണ്, 2/2 and 2/2. അതുപോലെ തന്നെ Aij ഈക്വൽ ടു Bij എന്ന കണ്ടീഷൻ എടുത്ത് നോക്കിയാൽ ഇവിടെ A11 ഈക്വൽ ടു B11 ഈക്വൽ ടു 2 ആണ്. അതുപോലെ എ എന്ന് പറയുന്ന ഈ മെട്രിക്സിലെ A12 എന്ന് പറയുന്ന 3 ആണ്. അതുപോലെ ഇവിടെ B12 എന്ന് പറയുന്ന 3 ആണ്. അതുപോലെ A21 എന്ന് പറയുന്നത് 1 ആണ്. ഈ മെട്രിക്സിലെ B21 ഈക്വൽ ടു 1 ആണ്. അതുപോലെ A22 എന്ന് പറയുന്നത് എന്താ? ഇവിടെ 4 ആണ്. അതുപോലെ ഈ മെട്രിക്സിലെ B22 എന്ന് പറയുന്നത് 4 ആണ്. അതായത് Aij ഈക്വൽ ടു Bij എന്ന കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിസസ് നമുക്ക് എന്ത് പറയാം? ഈക്വൽ മെട്രിസസ് ആണെന്ന് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകും. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ 4. ഇവിടെ നമുക്ക് രണ്ട് മെട്രിസസ് തന്നിട്ടുണ്ട് അല്ലേ? x+3 z+4 2i - 7 -6 a - 1 0 b - 3 -21 0 ഈക്വൽ ടു ഈ ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി എക്സ് വൈ ആൻഡ് സെഡ്. ഈ വേരിയബിൾസിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് സിൻസ് മെട്രിസസ് ആർ ഈക്വൽ their corresponding elements are equal. ഈ മെട്രിസസ് ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, x+3 ഈക്വൽ ടു 0. അതായത് ആദ്യത്തെ മെട്രിക്സിലെ A11ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നതാണ് ആദ്യത്തെ മെട്രിക്സിലെ x+3യും അതുപോലെ ഈ സെക്കൻഡ് മെട്രിക്സിലെ 0യും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ്ലി ലഭിക്കും. x+3 ഈക്വൽ ടു 0. അതായത് x ഈക്വൽ ടു ഈ 3യെ ഈക്വൽ ടു ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ x ഈക്വൽ ടു -3. അതായത് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് 2y - 7 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2y - 7 ഈക്വൽ ടു 3y - 2 എഴുതാം. അതായത് A13 ഈക്വൽ ടു B13 എന്ന് നമുക്ക് എഴുതാം. പിന്നെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. വൈയുടെ വാല്യൂസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അതായത് 2y - 3y ഈ +3y ഈക്വൽ ടു ഈ സൈഡിലേക്ക് വരുമ്പോൾ -3y ആകും. -7 ഇവിടേക്ക് വരുമ്പോൾ +7 ആവും. അപ്പോൾ 7 - 2 എന്ന് ലഭിക്കും. അതായത് 2y - 3y എന്ന് പറയുമ്പോൾ -y 7 - 2 ഈക്വൽ ടു 5 -y ഈക്വൽ ടു 5 എന്ന് നമുക്ക് ലഭിച്ചു. അതായത് y ഈക്വൽ ടു -5 എന്ന് ലഭിച്ചു. അപ്പോൾ വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇസഡിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇസഡ് ഉള്ളത് എവിടെയാണ്? ഈ ഒരു എലമെൻറ്റിലാണ് ഇസഡ് ഉള്ളത്. z+4 ഈക്വൽ ടു 6 എന്ന് നമുക്ക് എഴുതാം. അതായത് z+4 ഈക്വൽ ടു 6. ഇതിൽ നിന്നും z ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? z ഈക്വൽ ടു 6 - 4 എന്ന് എഴുതാം. അപ്പോൾ 6 - 4 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ? 2. അതായത് z ഈക്വൽ ടു 2. ഇനി അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ x, y, z ഈ വേരിയബിൾസിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മെട്രിക്സിലെ സെക്കൻഡ് റോയിൽ A-1 എന്നുണ്ട്. അപ്പോൾ A-1 ഈക്വൽ ടു ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ അടുത്ത മെട്രിക്സിൽ എങ്ങനെ ലഭിക്കുന്നത്? -3. അതായത് A-1 ഈക്വൽ ടു -3 എന്ന് എഴുതാം. അതായത് A ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? A ഈക്വൽ ടു -3 ഈ -1 ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആകും. അതായത് -3 + 1 ദാറ്റ് ഈസ് A ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ബിയുടെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ തേർഡ് റോയിൽ B-3 എന്ന് പറയുന്ന എൻട്രി ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി എവിടെയാണ്? 2b + 4. അതായത് B - 3 ഈക്വൽ ടു 2b + 4 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം.
ഇതിൽ നിന്ന് ബി ഉള്ളത് എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അതായത് ബി മൈനസ് 2b ഈക്വൽ ടു 4 പ്ലസ് ഈ -3 ഈക്വൽ ടു സൈനിൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ +3 ആകും. അതായത് ബി മൈനസ് 2b ഈക്വൽ ടു എന്ന് പറയുമ്പോൾ മൈനസ് ബി ഈക്വൽ ടു 4 + 3 ഈക്വൽ ടു 7 വരും. -b ഈക്വൽ ടു 7 ആണെങ്കിൽ നമുക്ക് b ഈക്വൽ ടു -7 എന്ന് ലഭിച്ചു. ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? അതുപോലെ തന്നെ അടുത്ത വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സി. അപ്പോൾ സി വരുന്നത് എവിടെയാ? അതായത് സെക്കൻഡ് മെട്രിക്സിലാണ് സി എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത്. സെക്കൻഡ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയിൽ 2c + 2 സി എന്ന് പറയുന്ന വേരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ആദ്യത്തെ മെട്രിക്സിൽ നമുക്ക് ലഭിക്കും 0. അതായത് 2c + 2 ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. അതിൽ നിന്നും 2c ഈക്വൽ ടു -2 എന്ന് നമുക്ക് ലഭിക്കും. ദാറ്റ് ഈസ് c ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 2. -2/2 എന്താ വരുന്നത്? -1. c ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഹെൻസ് a ഈക്വൽ ടു -2, b ഈക്വൽ ടു -7, c ഈക്വൽ ടു -1, x ഈക്വൽ ടു -3, y ഈക്വൽ ടു -5 ആൻഡ് z ഈക്വൽ ടു 2. വളരെ എളുപ്പമല്ലേ ഈ പ്രോബ്ലം ചെയ്യാൻ? അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടി നിങ്ങൾ തനിയെ ചെയ്തു നോക്കുക. കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്ത് പഠിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈക്വൽ ടു ഈ സൈഡിലേക്ക് വരുമ്പോൾ -7 നിങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധയില്ലാതെ ചെയ്യുമ്പോൾ ചിലപ്പോൾ -7 തന്നെയായിരിക്കും ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുന്നത്. സോ അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ ലഭിക്കുന്നത് മാറിപ്പോകാം. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കൂ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം കൂടി ചെയ്യാം. എക്സാമ്പിൾ 5. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ, ബി, സി ആൻഡ് ഡി ഫ്രം ദ ഫോളോവിങ് ഇക്വേഷൻ. താഴെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് എ, ബി, സി അതുപോലെ തന്നെ ഡിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ മെട്രിക്സ് നൽകിയിരിക്കുന്നത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. നമുക്ക് അങ്ങനെ എഴുതാലോ. സിൻസ് മെട്രിസസ് ആർ ഈക്വൽ, ദെയർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. ഈ രണ്ട് മെട്രിസസും ഈക്വൽ ആണെന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ രണ്ട് മെട്രിക്സിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. അതായത് 2a + b ഈക്വൽ ടു 4 എന്ന് എഴുതാം. അതുപോലെ 5c - d ഈക്വൽ ടു 11 എന്ന് എഴുതാം. അതുപോലെ a - 2b ഈക്വൽ ടു -3 എന്ന് എഴുതാം. 4c + 3d ഈക്വൽ ടു 24 എന്ന് എഴുതാം. അപ്പോൾ ഈ ഓരോ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1, 2, 3, 4 നമുക്ക് എഴുതാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ലഭിക്കേണ്ടത് എ, ബി, സി, ഡിയുടെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഓരോ ഇക്വേഷൻസും സോൾവ് ചെയ്യാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ അത്ര ഈസി അല്ല. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത ശേഷമാണ് ഇവിടെ നമുക്ക് വാല്യൂസ് ലഭിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ 1 സോൾവ് ചെയ്യാം. സോൾവിങ് ഇക്വേഷൻ 1. ഇപ്പോൾ 2a + b ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. b ഈക്വൽ ടു 4 - 2a. അതായത് b ഈക്വൽ ടു 4 - 2a എന്ന് നമുക്ക് ലഭിച്ചു. ഇനി അടുത്തതായിട്ട് പുട്ടിങ് വാല്യൂ ഓഫ് b ഇൻ 3. അതായത് ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ ലഭിച്ചു. b ഈക്വൽ ടു 4 - 2a എന്ന് ഇക്വേഷൻ 1 സോൾവ് ചെയ്തപ്പോൾ ലഭിച്ചു. ഇവിടെ ലഭിച്ച ബിയുടെ വാല്യൂ നമ്മൾ എവിടെയാണ് പുട്ട് ചെയ്യുന്നത്? ഇക്വേഷൻ ബിയിലാണ് പുട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ ബി എന്ന് പറയുമ്പോൾ എന്താ? a - 2b ഈക്വൽ ടു -3. അതായത് a - 2 ഇൻറ്റു 4 - 2a ദാറ്റ് ഈസ് ഈക്വൽ ടു -3. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതായത് a - 2 ഇൻറ്റു 4 എത്രയാണ് വരുന്നത്? 8. അപ്പോൾ -8 പ്ലസ് -2 ഇൻറ്റു -2 വരുമ്പോൾ +4 ദാറ്റ് ഈസ് ഈക്വൽ ടു a - 8 പ്ലസ് 4a ഈക്വൽ ടു -3 എന്ന് നമുക്ക് ലഭിച്ചു. ഇനി ഇവിടെ a + 4a എന്ന് പറയുമ്പോൾ 5a. അതായത് 5a ഈക്വൽ ടു -3. ഇവിടെയുള്ള -8 ഈക്വൽ ടു സൈഡ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ +8 ആകും. അതായത് -3 + 8 ഈക്വൽ ടു 5 എന്ന് നമുക്ക് ലഭിച്ചു. അതായത് 5a ഈക്വൽ ടു 5. ഇതിൽ നിന്നും എയുടെ വാല്യൂ നമുക്ക് എന്ത് ലഭിക്കുന്നു? a ഈക്വൽ ടു 5/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് എയുടെ വാല്യൂ 1 ആണെന്ന് നമുക്ക് ലഭിച്ചു. ഇനി അടുത്തത് ഫ്രം ഇക്വേഷൻ 1 നമുക്കറിയാം 2a + b ഈക്വൽ ടു 4 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ വാല്യൂ ലഭിക്കും. അതായത് പുട്ടിങ് വാല്യൂ ഓഫ് a ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. അതായത് 2 × 1 + b ഈക്വൽ ടു 4. ഇപ്പോൾ ഇവിടെ 2 × 1 എന്ന് പറയുമ്പോൾ 2 തന്നെ. അതായത് 2 + b ഈക്വൽ ടു 4. അതായത് b ഈക്വൽ ടു എന്താ ലഭിക്കുന്നത്? 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതായത് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എയുടെ വാല്യൂ ലഭിച്ചു, ബിയുടെ വാല്യൂ ലഭിച്ചു.
അടുത്തതായിട്ട് ഡി സി എന്നതിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷൻ 4 ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോൾവിങ് ഇക്വേഷൻ 4, അതായത് 4c + 3d = 24. അപ്പോൾ നമുക്ക് എയുടെയും പിയുടെയും വാല്യൂസ് അറിയാം, പക്ഷേ സിയുടെയോ ഡിയുടെയോ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിയുടെ വാല്യൂ എവിടെ ഉള്ളത്? ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ ലഭിക്കും. അതായത് 5c - d = 11 ആണ്. ഇതിൽ നിന്നും d = നമുക്ക് എങ്ങനെ എഴുതാം? 5c - 11 എന്ന് എഴുതാം. അപ്പോൾ പുട്ടിങ് d = 5c - 11 ഇൻ ഇക്വേഷൻ 4. അപ്പോൾ ഇവിടെ ഈ ഡിയുടെ സ്ഥാനത്ത് ഡിയുടെ വാല്യൂ 5c - 11 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് ഇങ്ങനെ ലഭിക്കും 4c + 3 ഡിയുടെ വാല്യൂ, അതായത് 5c - 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ഇനി ഇക്വേഷൻ എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനൊക്കെ നടത്തുക. അതായത് 4c + 3 × 5 എങ്ങനെയാണ് വരുന്നത്? 15c - 3 × 11 33, ദാറ്റ് ഈസ് ഈക്വൽ ടു -33. അപ്പോൾ 4c + 15c - 33 = 24. അപ്പോൾ 4cയും 15cയും നമുക്ക് ആഡ് ചെയ്യാലോ. അതായത് 4c + 15c ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19c കിട്ടും. 19c - 33 = 24. അപ്പോൾ ഇതിൽ നിന്നും 19c = നമുക്ക് എങ്ങനെ എഴുതാം? 24. ഇവിടെയുള്ള -33 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ +33 ആവും. അതായത് 19c = 24 + 33, ദാറ്റ് ഈസ് ഈക്വൽ ടു 57. അതായത് 19c = ആണ് 57 ലഭിച്ചത്. അങ്ങനെയെങ്കിൽ c = നമുക്ക് എങ്ങനെ എഴുതാം? 57 / 19, ദാറ്റ് ഈസ് ഈക്വൽ ടു c = 3. അതായത് ഇക്വേഷൻ 4 നമ്മൾ സോൾവ് ചെയ്തപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഡിയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ 2ൽ നിന്ന് 5c - d = 11 ആണെന്ന് നമുക്കറിയാം. അതായത് d = 5c - 11 ആണെന്ന് എഴുതാം. ഇവിടെ സിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ലഭിച്ച സിയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് d = 5c എന്ന് പറയുമ്പോൾ 5 × 3 - 11, ദാറ്റ് ഈസ് ഈക്വൽ ടു d = 3 × 5 എന്ന് പറയുമ്പോൾ 15, 15 - 11, ദാറ്റ് ഈസ് ഈക്വൽ ടു d = 4. അതായത് എല്ലാ വേരിയബിൾസിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഹെൻസ് a = 1, b = 2, c = 3 ആൻഡ് d = 4. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക്